കോട്ടയം പനമ്പാലത്ത് രോഗിയായ ഗൃഹനാഥനെ മർദ്ദിച്ച് പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ. ലോൺ എടുക്കാൻ വൈകിയതിലായിരുന്നു മർദ്ദനം. ബെൽസ്റ്റാർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ പന്നിമറ്റം സ്വദേശി ജാക്സനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുമായി മിഥുനയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഇന്ന് KP ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. വെറും ഒരു തവണ മാത്രം ബാങ്ക് വായ്പ അടവ് മുടങ്ങിയതിനാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനത്തിന് വീട്ടുടമസ്ഥൻ ഇത്തരത്തിൽ മർദ്ദനത്തിനിരയായത്. വെറും 35,000 രൂപയാണ് കോട്ടയത്തെ ബെൽസ്റ്റാർ എന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും സുരേഷ് വായ്പ എടുത്തിരുന്നത്. കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 10,000 രൂപയിൽ താഴെ മാത്രമാണ് ഇത് തിരിച്ചടിക്കാൻ ശേഷിക്കുന്നത്. ഇതിനിടെ ഇയാൾക്ക് ഒരു അസുഖബാധിതനായി ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടി വന്നു. ഇതേ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ തിരിച്ചടവ് മുടങ്ങിയത്. ഈ ഒരൊറ്റ തവണ മാത്രമാണ് തിരിച്ചടവ് മുടങ്ങിയത് എന്നാണ് ഇപ്പോൾ സുരേഷ് പറയുന്നത്. ഇത് മുടങ്ങിയത് പണം വാങ്ങാൻ എത്തിയ ജീവനക്കാരൻ ആക്രമിക്കുകയായിരുന്നു. ഈ ബെൽസ്റ്റാറിലെ ജീവനക്കാരൻ ജാക്സൺ ആണ് ഈ പണം പിരിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഇവർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ശില്പം ഉണ്ടായിരുന്നു. ഈ ശില്പം ഇളക്കിയെടുത്ത് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ആക്രമണം ഉണ്ടായതോടെ നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ജാക്സനെ ഗാന്ധിനഗർ പോലീസിന് കൈമാറിയിരിക്കുകയാണ്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഒറ്റ തവണ മാത്രം ബാങ്ക് വായ്പ ഇത്തരത്തിൽ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പ മുടങ്ങിയതിനാണ് ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മനഃപൂർവ്വം അടയ്ക്കാതിരുന്നതല്ല, ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള അസുഖബാധിതനായതിനാൽ ആൻജിയോപ്ലാസ്റ്റി അടക്കം ചെയ്യേണ്ടി വന്നിരുന്നു. അതിന്റെ പേരിലാണ് അടയ്ക്കാൻ വൈകിയത് എന്നുള്ള കാര്യം അറിയിച്ചെങ്കിലും ഈ ജീവനക്കാരൻ അസഹിഷ്ണുതയോടെ പെരുമാറുകയായിരുന്നു എന്നാണ് ഈ മർദ്ദനമേറ്റിട്ടുള്ള സുരേഷ് അടക്കം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഗാന്ധിനഗർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.